ഉത്തർപ്രദേശിൽ കൊടും കുറ്റവാളി നിസാം മെഹർ പിടിയിൽ. ഗുണ്ടാ നേതാവിനെ പിടികൂടിയത് ഏറ്റുമുട്ടലിലൂടെ. ഉത്തർപ്രദേശ് പോലീസ് തലയ്ക്ക് 50,000 വിലയിട്ട കുറ്റവാളിയാണ് നിസാം. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഈ നിസാം മെഹർ ഒരു കൊടും കുറ്റവാളിയാണ്. ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ നഗർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗുണ്ടാ പ്രവർത്തനം നടത്തുന്ന ഇയാൾ ബാഗ്പത് സ്വദേശിയാണ്. ഇയാളെ ഇന്നലെ വൈകുന്നേരമാണ് UP പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇയാൾ പോലീസിനെ കാണുന്ന സമയത്ത് ഓടുകയും പോലീസിനെ ആക്രമിക്കാനൊരു ശ്രമമൊക്കെ നടത്തി. അതിനിടയിൽ പോലീസ് വെടിവെക്കുന്നുണ്ട്. കാലിന് വെടിവെച്ച് ഇയാൾക്ക് ഓടാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. നിരവധി കൊലപാതകം, അതോടൊപ്പം തന്നെ മോഷണം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം, ഇതെല്ലാം നടത്തിയിട്ടുള്ള കുപ്രസിദ്ധനായ ഗുണ്ടാ നേതാവാണ്. ഇയാളെ ഗൗതം ബുദ്ധ നഗറിൽ ഇന്നലെ വൈകുന്നേരം UP പോലീസ് പിടികൂടുകയായിരുന്നു. എൻകൗണ്ടറിനിടയിൽ ഇയാൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓടിയ സാഹചര്യത്തിൽ പോലീസ് മുട്ടിന് താഴേക്ക് വെടിവെച്ച് വീഴ്ത്തിയ ശേഷമാണ് ഇയാളെ പിടികൂടിയത്. നമുക്കറിയാം, UP യിൽ ഇപ്പോൾ ഗുണ്ടാ നേതാക്കളെ ഓടിച്ചിട്ട് പിടിക്കുന്ന കാലമാണ്. യോഗി ആദിത്യനാഥിന്റെ ഭരണകാലത്ത് നിരവധി ഗുണ്ടകളെ ജയിലിലടയ്ക്കുന്നു. അതായത് സർക്കാരിൻ്റെ നയം അത് കൊടും ക്രിമിനലുകളോട് ആദ്യം കീഴടങ്ങാൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും നിർദ്ദേശം വരും. അങ്ങനെ കീഴടങ്ങാത്ത സാഹചര്യമാണെങ്കിൽ എവിടെയാണോ ഇവർ ഒളിത്താവളം ഒരുക്കിയിരിക്കുന്നത് അവിടേക്ക് UP പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സുകൾ എത്തുകയും ഇവരെ അവിടെ വെച്ച് പിടികൂടുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ UP പോലീസിന്റെ ശൈലി എന്നത്. അതിനാൽ കാലത്ത് ഏറ്റവും അധികം ഗുണ്ടകൾ അഴിഞ്ഞാടിയിരുന്ന, അല്ലെങ്കിൽ ഗുണ്ടാക്രമണങ്ങൾ പതിവായിരുന്ന ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഗുണ്ടാ സംഘർഷങ്ങൾ കേട്ടുകേൾവി പോലും ഇല്ലാത്ത സാഹചര്യമാണ്. കാരണം പ്രധാനപ്പെട്ട ക്രിമിനലുകളെ എല്ലാം ജയിലിലടയ്ക്കുകയോ അതല്ലെങ്കിൽ എൻകൗണ്ടറിലൂടെ വധിക്കുകയോ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ഏറ്റവും അവസാനമാണ് ഈ നിസാം മെഹറിനെ ഓടിച്ചിട്ട് UP പിടികൂടിയിരിക്കുന്ന ഈ ദൃശ്യം. ഇത് ഡൽഹിയോട് തന്നെ ചേർന്നുള്ള നോയിഡയ്ക്ക് അടുത്താണ് ഈ ഗൗതം ബുദ്ധ നഗർ. അവിടെ വെച്ചാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇന്നലെ വൈകിട്ടാണ് ഈ ഏറ്റുമുട്ടലും സംഭവം നടക്കുന്നതെങ്കിലും ഇന്ന് രാവിലെ ഇപ്പോഴാണ് UP പോലീസ് ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ വാർത്തയും പുറത്തുവിടുന്നത്. രോഹിണി, ശരി. ഉത്തർപ്രദേശിൽ കൊടും കുറ്റവാളി നിസാം മെഹർ പിടിയിൽ. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.